പ്രൈസ് ദി ലോർഡ്. ഇന്ന് ലോകമെമ്പാടുമുള്ള എല്ലാ ക്രിസ്ത്യാനികളും ഈസ്റ്റർ കൊണ്ടാടുകയാണല്ലോ. എന്താണ് ഈസ്റ്റർ? ഇന്ന് ലോകത്തിലുള്ള സകല മഹാന്മാരുടെയും സകല ആചാര്യന്മാരുടെയും കല്ലറകളൊക്കെയും അടഞ്ഞു കിടക്കുമ്പോൾ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് കാണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ലോകചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടാക്കി തിരിച്ചുകൊണ്ട് കന്യകാ മറിയത്തിലൂടെ ജന്മമെടുത്ത് 30 വയസ്സുവരെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി ജീവിച്ച് തന്റെ 30ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴി യോർദാനിൽ മുങ്ങി സ്നാനപ്പെട്ട് 3.5 വർഷത്തോളം തന്റെ ശുശ്രൂഷ ചെയ്ത് മരിച്ചവരെ ഉയർപ്പിച്ചും രോഗികളെ സൗഖ്യമാക്കിയും അനേകർക്കും നന്മ ചെയ്തുകൊണ്ട് ജീവിച്ച് 33.5 വയസ്സിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ യേശുവിന്റെ ഉയർപ്പിന്റെ ദിനമാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഈസ്റ്റർ ദിനം, ഇതിന്റെ സന്ദേശം എന്താണ്? ബൈബിൾ പറയുന്നു, 2 തിമോഥെയോസ് ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അപ്പോൾ യേശു ക്രിസ്തു എന്തിനാണ് ഈ താണഭൂമിയിലേക്ക് വന്നത്? ദൈവമായിരുന്നവൻ എന്തിനു വേണ്ടിയാണ് മനുഷ്യവേഷമെടുത്ത് ഭൂമിയിലേക്ക് വന്നത്? അതായത് പാപിയായ മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. പാപിയായ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പരമയാഗമായി തീരുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അങ്ങനെ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് റോമൻ ഇമ്പീരിയൻ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. യേശുവിന്റെ മരണത്തെ ആർക്കും തടഞ്ഞു വെക്കാൻ കഴിഞ്ഞില്ല. കാരണം തിരുവെഴുത്തിൻ പ്രകാരം ദൈവിക പദ്ധതി ആയതിനാൽ ഒരു പിശാചിനോ ഒരു ലോകശക്തികൾക്കോ ഒരു റോമൻ ഗവൺമെന്റിനോ യേശുവിന്റെ ആ ഉയർപ്പിനെ തടഞ്ഞു വെക്കാൻ കഴിഞ്ഞില്ല. കാരണം അത് ദൈവിക പദ്ധതിയാണ്. ആദാം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആദാമ സന്തതികളെല്ലാം പാപത്തിൽ അകപ്പെട്ടു പോയി എന്ന് ബൈബിൾ പറയുന്നു. ആ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ആ ദൈവ തേജസ് നഷ്ടപ്പെട്ട് മരണത്തിന് അടിമകളായി ആ മനുഷ്യരെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് ദൈവമായിരുന്നവൻ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ ഈ ഈസ്റ്ററിന്റെ സന്ദേശം എന്ന് പറയുന്നത്, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ യേശുവിൽ വിശ്വസിച്ചാൽ സകല മനുഷ്യർക്കും രക്ഷയുണ്ടെന്ന് ബൈബിൾ പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 4-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് ബൈബിൾ പ്രസ്താവിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു മനുഷ്യനും രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഈസ്റ്റർ ദിനത്തിൽ നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്.